നമസ്കാരം. പാട്ടിൻ്റെ കൂട്ടുകാരിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പാട്ടിൻ്റെ കൂട്ടുകാരിൽ ഇന്ന് പതിവ് പോലെ തന്നെ ഒരു പാട്ടിൻ്റെ കൂട്ടുകാരനാണ് അതിഥിയായിത്തിയിരിക്കുന്നത്, ശ്രീ ബിജോയ് നിസരി. ബിജോയ് നിസരിയുടെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയണം, അതുപോലെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ കേൾക്കണം. പ്രശസ്തനായ ദേവരാജൻ മാഷിൻ്റെ ശിഷ്യനാണ്. അതുപോലെ തന്നെ ചലച്ചിത്ര പിന്നണി ഗാന രംഗത്തൊക്കെ എത്തിയിട്ട് നിൽക്കുന്ന ശ്രീ ബിജോയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചും പാട്ടുകളൊക്കെ ആസ്വദിച്ചും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയാക്കാം. നമസ്കാരം മിസ്റ്റർ ബിജോയ്. നമസ്കാരം. ഇപ്പോൾ മ്യൂസീഷ്യൻ, ടീച്ചറാണ്, അതുപോലെ തന്നെ ആൽബംസ് ചെയ്യാറുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം എന്ത് തന്നെ ആയാലും ദേവരാജ മാഷിൻ്റെ ഒരു പാട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? അതെ, തീർച്ചയായും. ശരി. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ, നഗ്നപാതയായകത്തു വരൂ. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ, നഗ്നപാതയായകത്തു വരൂ. ചക്രവർത്തിനി സാലഭഞ്ജികകൾ കൈകളിൽ കുസുമത്താലമേന്തി വരവേൽക്കും, പഞ്ചലോഹമണിമന്ദിരങ്ങളിൽ മൺവിളക്കുകൾ പൂക്കും, ദേവസുന്ദരികൾ കൺകളിൽ പ്രണയദാഹമോടെ നടമാടും, ചൈത്രപത്മദലമണ്ഡപങ്ങളിൽ രുദ്രവീണകൾ പാടും, താനേ പാടും. ദേവരാജ മാഷിൻ്റെ ശിഷ്യനാണ്. അപ്പോൾ സാറിനുമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാൻ ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റ് ഇവിടെ വഞ്ചൂർ ക്യാമ്പസിൽ തിരുവനന്തപുരത്ത് അവിടെയാണ് പഠിച്ചത് ഡിഗ്രിക്ക്. അപ്പോൾ ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഡീൻ പ്രഭാകര വർമ്മ സാറായിരുന്നു, മാവേലിക്കര പ്രഭാകര വർമ്മ സാറായിരുന്നു. അപ്പോൾ സാറാണ് ആദ്യമായിട്ട് ദേവരാജ മാഷിൻ്റെ കൊയർ ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ കുട്ടികളെടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മാഷിനെ കോൺടാക്ട് ചെയ്യും. എനിക്കൊന്ന് വർമ്മ സാറിനോട് പറഞ്ഞിരുന്നു പാടുന്ന കുട്ടികളുണ്ടെങ്കിൽ അയക്കാൻ. അപ്പോൾ അവിടെ ചെന്നു, ഞങ്ങളുടെ ടീമായിട്ടാണ് പോകുന്നത്. ചെന്നു മാഷിനെ കണ്ടു. അപ്പോൾ ചെന്ന് വാതിൽ തുറക്കുമ്പോൾ കാണുന്ന മാധുരിയമ്മയാണ്. അപ്പോൾ ഏതൊരു പ്രോഗ്രാമിൻ്റെ റിഹേഴ്സലുമായിട്ട് ബന്ധപ്പെട്ട് മാധുരിയമ്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പണ്ട് ടി വിയിൽ കാണുന്ന ഒരു രൂപമാണ്. അത് കണ്ട് ഞെട്ടി. നമ്മൾ പറയില്ല സിനിമയിൽ കാണുന്നത് അതുപോലെ തന്നെ അന്ന് ടി വിയിലൊക്കെ, അതെ, ടി വിയിലൊക്കെ വളരെ വല്ലപ്പോഴൊക്കെ ഇവരെയൊക്കെ കാണാം, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ സാധാരണ പാട്ട് കേൾക്കുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ ഒരു തറയുന്നു ഇങ്ങനെ പൊങ്ങി ഒരവസ്ഥയായി, വായുവിലായി മാധുരിയമ്മയെ കണ്ടപ്പോൾ തന്നെ. പിന്നെ മാഷിൻ്റെ അടുത്ത് മാഷിപ്പോൾ കിടക്കുകയാണ്. ചെന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് കുട്ടികൾ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പ്രഭാകർ വർമ്മ സാർ പറഞ്ഞിട്ട് വന്നതാണ്. ശരി, നിങ്ങൾ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. മാഷിന് അന്ന് ഈ ഇടയ്ക്ക് ഒരു സ്ട്രോക്ക് എല്ലാം വന്നിട്ടൊരു ചെറിയ സുഖമില്ലാതായ സമയമാണ്. മാഷ് അപ്പോൾ അവിടെ വന്നു. മാഷിൻ്റെ ഹാർമോണിയം ഓൺ ചെയ്തു, ഓരോരുത്തരായിട്ട് പാടിച്ചു. ഞാനും പാടി, എല്ലാവരും പാടിക്കഴിഞ്ഞിട്ട് ഹൈ പോർഷൻ, ലോ പോർഷൻ, ബേസ് എല്ലാം പാടിച്ചു. അപ്പോൾ അന്ന് കുട്ടിയാണ്, ഏകദേശം 18 വയസ്സിനകത്തേ ഉള്ളൂ. അപ്പോൾ ബേസ് പോർഷൻ പാടിക്കുമ്പോൾ എനിക്ക് സൗണ്ടില്ല. ഞാനിങ്ങനെ ഏതുകൊണ്ട് താഴെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ പാടുന്നുണ്ടോ എന്ന് നോക്ക്, ശബ്ദബന്ധം കേൾക്കുന്നു. കിളി പോയിരിക്കുകയല്ലേ മാഷിനെ കണ്ടപ്പോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ പാടി കഴിഞ്ഞ് ശരി ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ വർമ്മ സാർ ക്ലാസ്സിൽ വന്നു. വർമ്മ സാർ പറഞ്ഞു ഇത്ര പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്, മാഷ് ഇത്ര പേരുകൾ തന്നിട്ടുണ്ട്, ഇത്ര പേരെ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ചെല്ലുന്നത്. അപ്പോൾ ചെല്ലുമ്പോൾ മാഷ് പഠിപ്പിക്കുന്ന കൊയർ, അന്ന് ശക്തിഗാഥ എന്ന് പറഞ്ഞൊരു കൊയർ മാഷ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ മാഷിന് ഇതിനു മുന്നേ കോഴിക്കോട് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് കൊയർ ചെയ്തിട്ടുണ്ട് മാഷ്. അപ്പോൾ പിന്നെ കുറച്ച് സീനിയർ സിംഗേഴ്സൊക്കെ വന്നിട്ട് അപ്പോൾ അതൊന്നും വേണ്ടാന്ന് വെച്ചു. പുതിയ തലമുറയിലെ പിള്ളേർ മതി, പിള്ളേരെ കൊണ്ട് പഠിച്ചാൽ മതി എന്ന് വെച്ചിട്ട് മാഷ് അങ്ങനെ ചെയ്താൽ. അപ്പോൾ എൻ്റെ കൂടെ അന്ന് പാടുന്നത്, എൻ്റെ കൂടെ പഠിക്കുന്ന ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സുണ്ട്. പിന്നെ സ്വാധീന സംഗീത കോളേജിൽ പഠിച്ചിറങ്ങിയതും പഠിക്കുന്നതുമായിട്ടുള്ള കുറച്ച് പേരുണ്ട്. അങ്ങനെ കുറച്ച് പേരുണ്ട്.
അപ്പോൾ ഇതിൽ മാഷിൻ്റെ ഒരു ചിട്ടയ്ക്കനുസരിച്ച് മാസ്റ്ററുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ കുറവാണ്. മാഷ് വളരെ എന്ന് വെച്ചാൽ ഒരു വരി പറഞ്ഞു കൊടുത്താൽ കൃത്യമായിട്ട് അത് പാടണം. അത് പാടണമെന്ന് മാത്രമല്ല, ഈ വരി മാഷിന് എത്രത്തോളം ഇവൻ പാടി ശരിയായി എന്ന് തോന്നുന്നു അത്രയും തവണ പാടിക്കും. അങ്ങനെ പാടിക്കാൻ മാഷിന് ഒരു മടിയില്ല. മാഷ് വീണ്ടും പറഞ്ഞു തരും, വീണ്ടും പാടിക്കും, വീണ്ടും പാടിച്ചുകൊണ്ട് ഒരു വരി തന്നെ ചിലപ്പോൾ ഒരു ദിവസം മൊത്തം പാടിയെന്ന് വരും. ആ മാഷിന് അത് അവൻ ശരിക്ക് മനസ്സിലാക്കി എന്ന് തോന്നുന്ന വരെ മാഷ് പാടിക്കും. അപ്പോൾ അത്രയും ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. ബാക്കി പിടിച്ചു നിൽക്കുന്നതൊക്കെ പോട്ടെ, അവിടെ ഇരിക്കണമെങ്കിൽ തന്നെ. ഇപ്പോൾ ഞാൻ പോകുമ്പോൾ എന്നെ പഠിപ്പിക്കുന്നത് അർക്കസൂര്യദിവാകര ഭുവനത്രയത്തിനു നായക ഉൾക്കുരുന്നിലുദിക്ക നിൻ കൃപയെപ്പോഴും മമ ദൈവമേ. ഇതാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോ നോട്ടും അർക്കസൂര്യ ദിവാകര അതേ സ്ഥലത്തെത്തണം. നമ്മളൊരു ക്ലാസിക്കൽ ലെസൺ പഠിക്കുന്നത് പോലെ ഓരോ നോട്ടും കറക്റ്റ് സ്ഥാനത്തെത്തി അത് പാടുന്ന കറക്റ്റാണെന്ന് മാഷിന് തോന്നിച്ചില്ലെങ്കിൽ മാഷ് വീണ്ടും പഠിക്കും. പിന്നെ മാഷിൻ്റെ ഒരു കാര്യം വെച്ചാൽ സോളോ പഠിക്കുന്നതിനേക്കാളും കൂടുതലാണ് കോറസ് പഠിക്കുന്നത്. കാരണം ഇത്രയും പേര് പാടുകയല്ലേ, അതെല്ലാം ഒരുപോലെ വരണം. അപ്പോൾ അതിന് ട്രെയിനിങ് കൂടുതൽ വേണം. അപ്പോൾ ഞങ്ങൾ പഠിച്ചു പാടി. കുറച്ച് പേര് വന്നും പോയി കുറച്ച് പേര് നിന്നു, സസ്റ്റൈനബിൾ ആയിട്ടുള്ള കുറച്ച് പേര് നിന്നു. അങ്ങനെ മാഷ് ടാഗോർ തിയേറ്ററിൽ വെച്ചിട്ട്, തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ചിട്ട് എൻ്റെ അരങ്ങേറ്റം നടത്തി. എല്ലാ സിനിമാ മേഖലയിൽ പി ഭാസ്കരൻ മാഷ് തൊട്ട് അങ്ങോട്ട് അറിയപ്പെടുന്ന രീതിയിലുള്ള എല്ലാ ആൾക്കാരും മാഷ് ഇൻവിറ്റേഷൻ കൊടുത്തു. എല്ലാവരും വന്നു. ലിറിസിസ്റ്റുകൾ, ONV സാർ, അങ്ങനെയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. വലിയൊരു സദസ്സിൻ്റെ മുന്നിലാണ് ഞങ്ങൾ പ്രോഗ്രാം ആരംഭിച്ചത്. ഏകദേശം ഒരു 3-3.5 മണിക്കൂറോളം കോയർ ഗാനങ്ങൾ പാടി. അതിനകത്ത് ഇതുപോലെ അർക്കസൂര്യ പോലുള്ള പാരമ്പര്യ ഗാനങ്ങളുണ്ട്, മാഷിൻ്റെ സിനിമാ ഗാനങ്ങൾ കുറച്ചുണ്ട്, ലാൽ സലാം സഖാക്കളെ, അങ്ങനെ കുറച്ച് മാഷിൻ്റേതായിട്ടുള്ള വിപ്ലവ ഗാനങ്ങൾ ചെയ്തിട്ടുള്ള പാട്ടുകൾ, മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സിലാകും, അതൊക്കെ ചരിത്രപ്രധാനമായ പാട്ടുകൾ, അങ്ങനത്തെ കുറേ പാട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ്. അത് ക്രിസ്ത്യൻ ഡിവോഷനിൽ ഇതെല്ലാം ഉണ്ട്. കോറലായിട്ട് പാടാൻ പറ്റുന്നതും പഠിക്കാൻ പറ്റുന്നതുള്ള പാട്ടുകൾ, മാഷിൻ്റെ ഒരു സെലക്ഷൻ. പിന്നെ അത് പോരാത്തതിന് പിന്നെ നമ്മുടെ പഥേർ പാഞ്ചാലിയൊക്കെ ഡയറക്റ്റ് ചെയ്തില്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു 2-3 പാട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ വിടുതലൈ അങ്ങനെയുള്ള പാട്ടുകൾ, ഇങ്ങനെ ഇതെല്ലാം ചേർത്താണ്. ഏറ്റവും അവസാനം ജനഗണമന പാടി അവസാനിപ്പിക്കും. ജനഗണമന തന്നെ നമ്മൾ സാധാരണ കേൾക്കുന്ന ജനഗണമനയല്ല പാടുന്നത്. അത് കുറേ സ്റ്റാൻസ ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത സ്റ്റാൻസ ഞങ്ങൾ പാടി. അഹരഹത്തവ ആഹ്വാന പ്രചാരിത സുനിതവ ഉദാരവാണി, അങ്ങനെ തുടങ്ങുന്ന ആ വരിയായിരുന്നു പാടിയത്. അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിച്ചത്. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ പ്രത്യേകത വെച്ചിട്ട് അന്ന് കീബോർഡിസ്റ്റ് M ജയചന്ദ്രൻ സാറാണ്. ഇതിന് കീബോർഡിസ്റ്റ്. അന്നത്തെ പ്രശസ്തരായിട്ടുള്ള ഓർക്കസ്ട്ര ടീമാണ് ഗണേഷ് ചേട്ടൻ, ഇളങ്കോ ചേട്ടൻ, ഗിറ്റാർസ് ഇളങ്കോ ചേട്ടൻ, അങ്ങനെ ഇപ്പോൾ നമ്മുടെ പ്രശസ്ത തബലിസ്റ്റ് മരിച്ചുപോയി ഹരിച്ചേട്ടൻ, വെഞ്ഞാറമൂട് ഹരിച്ചേട്ടൻ, ഇവരൊക്കെയായിരുന്നു അന്നത്തെ ഗ്രൂപ്പ് അല്ലേ. ഓക്കെ, അതിനുശേഷം നമുക്ക് സിനിമയിലേക്ക് വരാം. സിനിമയിലേക്ക് ഒറ്റയാൻ എന്നുള്ള ചലച്ചിത്രത്തിലൂടെയാണ് വരുന്നത് അല്ലേ? ഒറ്റയാന് മുമ്പായിട്ട് ഞാൻ കുറച്ച് പടത്തിൽ അത് ഒഴിഞ്ഞു തെളിവായിട്ട് പല പാട്ടുകൾ പാടിയിട്ടുണ്ട്. പിന്നെ സോളോ എനിക്കൊരു നല്ല ചാൻസ് സോളോ സോങ് ആയിട്ട് വരുന്നത് ഒറ്റയാൻ തന്നെയാണ്. ആ പാട്ട് നമുക്കൊരു 2 വരി കേട്ടോ. അത് വളരെ ആകസ്മികമായിട്ട് വന്നൊരു പാട്ടാണ്. എൻ്റെ ഒരു സുഹൃത്തായിരുന്നു പിന്നെ ഇതിൻ്റെ ഇതിൽ അഭിനയിച്ച ജിനു വൈക്കത്ത് എന്ന് പറയും. ജിനു വൈക്കത്തിൻ്റെ പുള്ളി തന്നെ അഭിനയിച്ച പടമാണ്. ശരി. പിന്നെ അതിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബോണി കുര്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ മ്യൂസിക് ഡയറക്ടറാണ്. പിന്നെ നിഷാദ് കാട്ടൂറാണ് അതിൻ്റെ പടത്തിൻ്റെ ഡയറക്ടർ. സ്റ്റോറിയും ഡയറക്ഷനൊക്കെ ചെയ്തത്. അപ്പോൾ ഭയങ്കര രസമാണ് എൻ്റെ കാര്യം പറഞ്ഞാൽ. എന്നാലും നല്ലൊരു പാട്ടായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് ഒരു ഡിവോഷണൽ സോങ്ങാണിത്, ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങാണ്. അവരുടെ ക്രിസ്ത്യൻ ഫാമിലിയിൽപ്പെട്ട ഒരു കഥയായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിലൊരു പുള്ളിയുടെ സഹോദരൻ മരിച്ചു പോകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നൊരു വിഷമത്തിൽ പാടുന്നൊരു പാട്ടാണ്, ഒരു ഡിവോഷണൽ ടച്ചുള്ള പാട്ടാണ്. സങ്കീർത്തനങ്ങൾ നിനക്കു തന്നെ, ആരാധനയും നിനക്കു തന്നെ, എന്നിട്ടുമെന്തേ അറിഞ്ഞില്ല നീ, ഇതയം തുടിക്കുന്നതെന്തേ,
തുടിക്കും എൻ വേദന. സങ്കീർത്തനങ്ങൾ നിനക്കു തന്നെ, ആരാധനയും നിനക്കു തന്നെ. എന്നിട്ടുമെന്തേ അറിഞ്ഞില്ല നീ, ഇദയം തുടിക്കും എൻ വേദന. നൈസ്. ഭയങ്കര ഒരു ഇമോഷണലും അതുപോലെ തന്നെ ഡിവോഷണൽ ടച്ചുള്ള ഒരു പാട്ട്. ഇമോഷണൽ സോങ് ആണ് ബേസിക്കലി. അതെ. ഇപ്പോൾ പാടുന്ന പാട്ടുകൾ കൂടുതലും മെലഡീസ് തന്നെയാണോ അതോ അടിപൊളി പാട്ട് അങ്ങനത്തെ ടൈപ്പ്? ആക്ച്വലി നമ്മൾ ജനിച്ചു വളർന്നൊരു സാഹചര്യം ഉണ്ടല്ലോ, ഒരു 80s കാലഘട്ടം. ഈ സമയത്ത് രവീന്ദ്ര മാഷ്, ജോൺസൺ മാഷ് ഇവരുടെ പാട്ടുകൾ ഇങ്ങനെ എപ്പോഴും കേൾക്കുക, റേഡിയോയിലൂടെ ടി വിയിലൂടെ എപ്പോഴും കേൾക്കുക. പിന്നെ അതിനകത്ത് ഇങ്ങനെ ഉന്നം പറഞ്ഞ് തെന്നി പറഞ്ഞൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു സമയം എന്ന് വെച്ചാൽ മെലഡീസിൻ്റെ ഒരു അതിപ്രസരം, ഒരു ആ മെലഡീസ് മാത്രം ആൾക്കാർ കേൾക്കുന്നൊരു സമയം. പിന്നെ അതുമാത്രമല്ല തരംഗിണിയുടെ ഓണപ്പാട്ടുകൾ, തരംഗിണിയുടെ ആൽബംസ്, അങ്ങനെ എത്ര പാട്ടുകൾ, ഉത്രാടപ്പൂ നിലാവീവ, പിന്നെ എന്നും ചിരിക്കുന്ന സൂര്യൻ്റെ ചെങ്കതിർ ഇന്നെത്ര ധന്യതയാണോ, അങ്ങനെയുള്ള പാട്ടുകൾ. പിന്നെ സ്വയം പ്രഭേ സ്വർണ്ണപ്രഭേ, അത് മാവു പൂത്ത പൂവനങ്ങളിൽ വസന്ത കോകിലങ്ങളെ വരൂ വരൂ, കുയിലീണമായി വരൂ, അലസം മന്ദമാരുതൻ്റെ തേരിൽ. ഇങ്ങനത്തെ മെലഡീസ് മാത്രമാണ് കേൾക്കുന്നത്. അതെ, അപ്പോൾ നമ്മളെപ്പോഴും കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മനസ്സിനകത്ത് ഫുൾ മെലഡീസാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫാസ്റ്റ് പാട്ടൊക്കെ ഇഷ്ടപ്പെട്ട് വരുമ്പോഴാണ് വീണ്ടും ദേവരാജ മാഷിൻ്റെ, സാക്ഷാൽ ദേവരാജ മാഷിൻ്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്. മാഷ് ഈ ഫാസ്റ്റ് പാട്ടൊന്നും പാടുന്നതിന് എതിരൊന്നുമല്ല, മാഷിന് ഇഷ്ടമാണ്, എല്ലാ ജോണറുള്ള പാട്ടും പാടണം എന്ന് തന്നെയാണ് മാഷ് പറയുന്നത്. പക്ഷേ മാഷിൻ്റെ അടുത്തുനിന്ന് നമ്മൾ പഠിക്കുന്നതും മാഷിൻ്റെ പാട്ടുകൾ കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള പാട്ട് എല്ലാം മെലഡീസാണ്. അപ്പോൾ ഈ മെലഡിയാണ് ശരിക്കും പറഞ്ഞതിൻ്റെയൊക്കെ ഒരു ആധാരം. അത് നമ്മൾ മനസ്സിലാക്കിയത്. ബാക്കിയെല്ലാം ഉണ്ട്, എന്നാലും മെലഡി പാടിയോ മെലഡി എങ്ങനെയാണോ അത് തന്നെയാണ് ഗായകൻ്റെ സ്വത്വം എന്ന് പറയുന്നതാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരുപാട് ആൽബംസ് പാടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ആൽബംസ് സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ അയ്യപ്പ സീസൺ, അയ്യപ്പ ഭക്തി ഗാനങ്ങൾ, അതുപോലെ തന്നെ ക്രിസ്തീയ ഭക്തി ഗാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കൊരു അയ്യപ്പ ഭക്തി ഗാനം കേട്ടാലോ? അയ്യപ്പ ഭക്തി ഗാനം ഞാൻ വേറെ കുറേ പാടിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ ഇടയ്ക്ക് തുടങ്ങി. കാരണം നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വേണമല്ലോ ചിന്തയിൽ. അപ്പോൾ ഞാനങ്ങനെ 3 അയ്യപ്പ ഭക്തി ഗാനം ചെയ്തു. അതിലൊരു പാട്ട് പാടാം. ശരി. മഞ്ഞണിയും മാമലയിൽ പൂവണിയും പൊൻപുലരി മാലയണിഞ്ഞു സ്വാമി അയ്യനെ കാണാൻ. മഞ്ഞണിയും മാമലയിൽ പൂവണിയും പൊൻപുലരി മാലയണിഞ്ഞു സ്വാമി അയ്യനെ കാണാൻ. പുണ്യവ്രതമെടുത്ത് കരിയുടുത്തു ധ്യാനമിരുന്നു, ഇന്നൊരു മനസ്സായി പേട്ട തുള്ളി ഞങ്ങൾ വരുന്നു. ഹരിഹരസുത ശരണം ശരണം ശരണമയ്യപ്പ, കലിയുഗപതി ശരണ ചരിതം പാടി വരുമ്പോൾ സ്വാമി നാമമന്ത്രമേറ്റു പാടും കാനനങ്ങളും. സ്വാമി ശരണം 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 ശരണമയ്യപ്പ. മഞ്ഞണിയും മാമലയിൽ പൂവണിയും പൊൻപുലരി മാലയണിഞ്ഞു സ്വാമി അയ്യനെ കാണാൻ. അയ്യപ്പ ഭക്തിഗാനങ്ങൾക്കൊരു പ്രത്യേക മൂഡ് തന്നെയാണ്, വല്ലാത്തൊരു വൈബാണ്. അതുകൊണ്ടാണ് കുറച്ച് ഒരു ഫാസ്റ്റ് ആയിട്ടും എന്നാൽ മെലഡിയും കൂടെ ഉൾപ്പെടുത്തി ഒരു പാട്ട്. ഇത് ഡയറക്റ്റ് ചെയ്തതും ബിജോയ് തന്നെയാണോ? ഇത് ലിറിക്സ് എഴുതിയത് ജീവൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ചേട്ടനാണ്, എറണാകുളത്തുള്ള ജീവൻ മേനോൻ. പുള്ളി മനോരമയുടെയൊക്കെ മ്യൂസിക്കലിൻ്റെ ഹെഡായിരുന്നു. പിന്നെ ചേട്ടനാണ് എൻ്റെ വരി എഴുതിയത്. ഞാൻ ഈണം നൽകിയ ശേഷം വരി എഴുതി. മ്യൂസിക്കിന് ശേഷമാണ്. അത് വലിയ റിസ്ക്കാണ്. അത് ശരിയല്ല, ഒരു മ്യൂസിക്കിന് ഒപ്പത്തിന് വരി എഴുതി കിട്ടാന്ന് വെച്ചാൽ ജീവൻ ചേട്ടൻ നല്ല ടാലൻ്റ് ഉള്ള ഒരു ലിറിസിസ്റ്റാണ്. അപ്പോൾ കറക്റ്റ് ഈ ഋതത്തിനനുസരിച്ച് വരി എഴുതാന്ന് പറഞ്ഞാൽ
അത് പെട്ടെന്ന് എല്ലാവർക്കും കൂടെ സാധ്യമാകുന്നൊരു കാര്യമല്ല. ആ പഞ്ച് കറക്റ്റ് ആവുകയും ചെയ്യണം. വേഡിങ് പ്രത്യേകിച്ച് ഇപ്പോൾ വേഡിങ്സ് കറക്റ്റ് ആവണം. അതൊക്കെ ഒരു വലിയൊരു ഫാക്ടർ. സ്വന്തമായിട്ട് എഴുതി നോക്കിക്കൊണ്ട് എനിക്കറിയാം നടക്കാത്ത കാര്യം. എന്നിട്ട് എഴുതിയിട്ട് വല്ല ചെയ്തായിരുന്നു ഞാൻ ഇടയ്ക്ക് ഒരു പാട്ട് സ്വന്തമായിട്ട് എഴുതി. അത് തെന്നലേ തെന്നലേ മെല്ലെ നീ വന്നുവെൻ നെഞ്ചിലേ പൊൻവയിൽ ചാഞ്ഞിടും ചില്ലമേൽ തേനിടും പൊന്നിളം പൂവിലേ കുമ്പിളിൽ കുളിരായി വന്നു നിൻ കൂട്ടിനായിനിയും തെന്നലേ തെന്നലേ എന്നിളം തെന്നലേ. ഇത് സ്വന്തമായിട്ട് എഴുതിയത്? സ്വന്തമായിട്ട് എഴുതിയ. കാരണം ഈണം ചെയ്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് എനിക്ക് വേർഡ്സ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഡമ്മി ഇങ്ങനെ വരി എഴുതും ഈണം ചെയ്യുമ്പോൾ. പിന്നെ അതിനെല്ലാം കൂടെ സെറ്റ് ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടെന്നറിയാം. എന്തായാലും നന്നായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഡയറക്ഷനായി, പാട്ടായി, എഴുത്തായി, ഇപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? പാട്ട് തന്നെയാണോ? പാടുക എന്നുള്ളത് തന്നെ. ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു നമ്മുടെ ഒരു റിസ്ക് ഫാക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പാട്ടുകൾ കേട്ട് കേട്ട് വളർന്നതാണ്. ഇഷ്ടംപോലെ ട്യൂണുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. ശരി. നമ്മൾ ഒരു ട്യൂണെടുത്ത് ഇടുമ്പോൾ ഇത് ഏത് പാട്ടിൻ്റെ ആണെന്ന് ചിലപ്പോൾ നമുക്ക് പോലും ഓർമ്മ വരത്തില്ല. കാരണം ഏതെങ്കിലും കേട്ട് പറഞ്ഞ പാട്ടായിരിക്കും, നമ്മൾ ഏതെങ്കിലും വഴി കൂടെ അല്ലെങ്കിൽ നമുക്കൊരു ഇൻസ്പിറേഷൻ തന്ന പാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ആരെയും കുറ്റം പറയില്ല കേട്ടോ. മ്യൂസിക് ഡയറക്ടേഴ്സിന് കോപ്പിയാണ് അതാണ് ഇതാണ്. കാരണം വന്നു പോകും ചിലപ്പോൾ നമ്മളറിയാതെ. നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നൊരു സോങ് ഏതാണെന്ന് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ ഏതെങ്കിലും ഒരു മട്ടൻ ഭാവമൊക്കെ ചിലപ്പോൾ വരും. പക്ഷേ അതൊരു നല്ല റിസ്ക്കാണ്. കാരണം വെച്ചാൽ ഇത്രയും മഹാനുഭാവന്മാർ ചെയ്തു വെച്ച ട്യൂണുകൾ ഇങ്ങനെ കിടക്കുകയാണ് മല പോലെ. അതിനിടയ്ക്ക് നമ്മൾ ഒരെണ്ണം ചെയ്യുമ്പോഴത്തേക്ക് ദേവരാജൻ മാഷിൻ്റെ ശിഷ്യനാണ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കും. അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ മ്യൂസിക് നമ്മൾ എന്തിനാ ഏതെങ്കിലും സാമ്യം വന്നു. അതെ, പിന്നെ അതൊരു വലിയ റിസ്ക് തന്നെയാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാനൊരു ഓണപ്പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വരി കിട്ടിയപ്പോൾ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വന്നൊരു ഈണമാണ്. പിന്നെയാണ് എന്നോട് 1-2 പേര് പറഞ്ഞത് മാഷിൻ്റെ ഒരു സ്റ്റൈല് അതിനകത്തുണ്ടല്ലോ എന്ന്. ഞാൻ അതിൻ്റെ 2 പേര് പറഞ്ഞു. ആടിമാസക്കാറ്റൊഴിഞ്ഞു പൂമരങ്ങൾ പൂത്തുലഞ്ഞു തൃക്കാക്കര വിളക്കിലെ തിരി തെളിഞ്ഞു പൊന്നത്തച്ചമയങ്ങൾ ഒരുങ്ങി വന്നു ആടിമാസക്കാറ്റൊഴിഞ്ഞു. നല്ലൊരു പാട്ട്. പിന്നെ സ്റ്റേജ് ഷോസ് ഒക്കെ ഇപ്പോൾ ദേവരാജ മാഷിൻ്റെ സ്പെഷ്യൽ പ്രോഗ്രാംസ് ആണോ അല്ലാതെ ഷോസ് ഒക്കെ ചെയ്യാറില്ലേ? അല്ലാതെ ചെയ്യാറുണ്ട്. മാഷിൻ്റെ ഷോസ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു മാഷിൻ്റെ പ്രോഗ്രാംസ് ഇപ്പോൾ ഏതെങ്കിലും വെന്യൂ നടക്കും, ഇപ്പോൾ കോഴിക്കോട് എറണാകുളം ഇവിടെ എവിടെയെങ്കിലും പ്രോഗ്രാംസ് ചെയ്യുകയാണെങ്കിൽ വിളിക്കാറുണ്ട്, പാടാൻ വേണ്ടി വിളിക്കാറുണ്ട്. തിരുവനന്തപുരത്ത് ഞങ്ങൾ ജി ദേവരാജൻ മാഷിൻ്റെ ഫൗണ്ടേഷനുണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ മാഷിൻ്റെ ചരമദിനത്തിനും ജന്മദിനത്തിനും പ്രോഗ്രാംസ് നടത്തുമായിരുന്നു. മാഷിൻ്റെ പ്രതിമ വെച്ചിട്ടുണ്ടല്ലോ ആൽത്തറ, വെള്ളയമ്പലം ആൽത്തറ ജംഗ്ഷനിൽ, അവിടെ ഞങ്ങൾ പ്രോഗ്രാം ചെയ്യുമായിരുന്നു. പിന്നെ വയലാർ കോർഡിനേറ്റ് സ്ഥിരമായിട്ട് അങ്ങനെ സ്ഥിരം വേദികൾ നമുക്ക് തിരുവനന്തപുരത്ത് സ്ഥിരമായിട്ട് പാടുന്ന വേദികളുണ്ട്. കാരണം വെച്ചാൽ മിക്കവാറും പഴയ പാട്ടുകളായിരിക്കും ഇവിടെ എല്ലാം പാടുക. അങ്ങനെ പിന്നെ പുതിയ ഷോസിന് പാടാറുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ കോമ്പറ്റീഷൻ വിന്നേഴ്സ് കുട്ടികളുണ്ടല്ലോ, കുട്ടികളുമായിട്ട് ചേർന്നിട്ട് ഷോസ് ചെയ്യാറുണ്ട് ഔട്ട്ഡോർ. അതിൽ പുതിയതും എല്ലാം പാടും. കാരണം നമുക്ക് നമ്മുടെ ഒരു ബേസ് ഇതാണെങ്കിലും, കാരണം ഇപ്പോഴത്തെ കാലത്ത് ജീവിച്ചു പോകണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് എല്ലാം വേണം. കസ്തൂരിയൊക്കെ പാടണം. ഓക്കെ, ഇപ്പം ദേവരാജ മാഷിൻ്റെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ കൂടുതലും ദാസേട്ടനും ഒക്കെ ആയിരിക്കുമല്ലോ പാടിയിരിക്കുന്നത്. എന്നാൽ പുതിയ തലമുറയുടെ ഒരു സിംഗർ എന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റാമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പേര് നമ്മുടെ MG ശ്രീകുമാർ സാറിൻ്റെ തന്നെ. MG ശ്രീകുമാർ സാറിൻ്റെ ഒരു പാട്ട് കേട്ടാലോ? ശ്രീയേട്ടൻ്റെ പാട്ട് ഒരുപാട് പാട്ട് എനിക്കിഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് കണ്ടു ഞാൻ മിഴികളിൽ ആലോലമാം നിൻ
ഹൃദയം ഓ കേട്ടു ഞാൻ മൊഴികളിൽ വാചാലമാം നിന്നൊമ്പരം ഓ ഗോപുരപ്പൊൻകോണിയിൽ അമ്പലപ്രാവിൻ മനം പാടുന്നൊരാരാധനാമന്ത്രം പോലെ കേട്ടു ഞാൻ മൊഴികളിൽ വാചാലമാം നിൻ നൊമ്പരം ഓ. പിന്നെ അതുപോലെ വേണുചേട്ടനെ മറക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് സ്റ്റേജ് ഷോസ് എനിക്ക് കൂടെ പാടാൻ വേണ്ടി വേണുചേട്ടൻ അവസരം തന്നിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ജോൺസൺ മാഷിൻ്റെ താനേ പൂവിട്ട മോൻ തന്നെയാണ്. താനേ പൂവിട്ട മോഹം മൂകം വിതുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമഗാനം ശാന്ത നൊമ്പരമായി. ഈ പാട്ടാണ് നല്ലൊരു പാട്ട്. അപ്പോൾ ഒരു മ്യൂസീഷ്യനാണ്, അതുപോലെ തന്നെ ഒരു സംഗീത അധ്യാപകൻ കൂടിയാണ് അല്ലേ, കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് പുതിയ പുതിയ തലമുറകളൊക്കെ നല്ല രീതിയിൽ സംഗീത ലോകത്തേക്ക് വാർത്തെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എങ്കിൽ കൂടിയും നമുക്ക് സമയം വളരെ പരിമിതമായതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു അന്യഭാഷ പാട്ട് കൂടി പാടിയിട്ടത്. കല്യാണത്തെ നില കായ്ച്ചാത പാൽനില നീ താനെ വാനില എന്നോട് വാനില പെയ്യാത വെണ്ണില ഉൻ കാതൽ കണ്ണില ആകായം മണ്ണില കല്യാണത്തെ നില കായ്ച്ചാത പാൽനില. ആഹാ, ഇത്രയും നന്നായിട്ട് പാടുമ്പോൾ എന്തായാലും വൈൻഡപ്പിന് മുമ്പ് കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് മെലഡീസ് കാര്യങ്ങളൊക്കെ ഒരുപാട് പാടിയിട്ടുള്ള ആളാണ്. അപ്പോൾ 1-2 മെലഡീസ് മിക്സ് ചെയ്ത് ഒന്ന് നമുക്ക് വേണ്ടി പാടാമോ? ഇത്രയും സംഗീത സംവിധായകരുടെ ഇടയിലും നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പേരാണ് എം കെ അർജുനൻ മാഷ്. അർജുനൻ മാഷിൻ്റെ സംഗീതം എന്ന് വെച്ചാൽ മാഷ് അത്രത്തോളം സിമ്പിളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഗീതം എന്ന് വെച്ചാൽ മാഷ് എത്രത്തോളം സിമ്പിളാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. പെട്ടെന്നൊന്നും പാടാൻ പറ്റില്ല. കേട്ട് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അതിലെ മ്യൂസിക്കിൻ്റെ അംശം എന്ന് വെച്ചാൽ വളരെ ഭയങ്കര പവർഫുള്ളാണ്. അപ്പോൾ മാഷിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട്. ചെമ്പകത്തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി അമ്പിളി അമ്പിളി പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി ചുംബനം കൊള്ളാനൊരുങ്ങി ചെമ്പകത്തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി. പാട്ടിൻ്റെ കൂട്ടുകാരുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് മെലഡി സോങ്സ് ബിജോയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചു. എനിക്ക് ഇനിയും മതിയായിട്ടില്ല പാട്ടുകൾ കേട്ടിട്ട്. ഒരുപാട് അംഗീകാരങ്ങളും അവസരങ്ങളും ഒക്കെ ഇനിയും എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അവസാനമായിട്ട് പ്രേക്ഷകർക്ക് മുമ്പിൽ ഇനി പുതിയൊരു അതിഥിയുമായി വരും എന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ തുടങ്ങുകയായിരുന്നു. എങ്കിൽ കൂടി ബിജോയുടെ ഒരു പാട്ട് കൂടി കേട്ടിട്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. അതുപോലെ തന്നെ ഈ ഒരു പാട്ടിൻ്റെ കൂട്ടുകാർ എന്ന പ്രോഗ്രാമിൽ എന്നെ ക്ഷണിച്ചതിലും എനിക്കിവിടെ പങ്കെടുക്കാൻ സാധിച്ചതിലും ജയ്ഹിന്ദ് ടിവിയുടെ പ്രേക്ഷകരെല്ലാം കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും കൂടെ ഉണ്ടാവണം എന്ന് ഞാനെപ്പോഴും വിശ്വസിക്കുകയാണ്. അടുത്തൊരു മെലഡിയിലേക്ക് വീണ്ടും പോവാം. വെണ്ണത്തോൽക്കുമുടലോടെ ഇളം വെണ്ണിലാവിൻ തളിർ പോലെ രാഗിണി മനോഹാരിണി